ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. പിന്നെ ഇന്നാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ. ഇനി തിങ്കളാഴ്ച ഉള്ളൂ, അടുത്ത തിങ്കളാഴ്ച ഉള്ളൂ ട്രേഡിങ് കേട്ടോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്കിന്ന് നല്ല മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് നിഫ്റ്റിയിൽ ഒരു 3-4 ടാർഗറ്റുകൾ കിട്ടിയിട്ടുണ്ട്. സെൻസസിന് നമുക്ക് 1,200 പോയിൻ്റ് അടുത്ത് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണുമ്പോൾ മാർക്കറ്റ് ടൈം കഴിഞ്ഞിട്ടുള്ള 415 നിൽക്കുന്നത് നിഫ്റ്റി പ്ലസ് കേട്ടോ. ബാങ്ക് നിഫ്റ്റി 1000 മുകളിലാണ്, സെൻസസ് 1500 മുകളിലാണ്. ഭയങ്കര ബുള്ളിഷാണ്. പക്ഷെ നമുക്ക് നിഫ്റ്റി ലെവൽസിലേക്ക് പോകാം. നിഫ്റ്റി ലെവൽസ് ഞാൻ മാർക്ക് ചെയ്ത പോലെ തന്നെയാണ്. 17-ാം തീയതിയാണ് ഡേറ്റ് എന്ന്. കറക്റ്റായിട്ട് അടിയിലാണ് ക്ലോസ് ചെയ്തേക്കണത്. എന്നിട്ടാണ് പുഷ് ചെയ്ത് മുകളിലേക്ക് കയറിയത്. ആ റണ്ണ് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്തു. 23,579 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. പിന്നെയും റണ്ണ് കണ്ടിന്യൂ ആയി. പിന്നെ മേജറായിട്ടുള്ള ലെവലാണ് 23,807 എന്ന് പറഞ്ഞ ലെവൽ കേട്ടോ. ഈ 23,807 മുകളിലേക്ക് പുള്ളിഷാണ് മാർക്കറ്റ്. നന്നായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഫർദർ മൂവ്മെൻറ്റ് മുകളിലേക്ക് തന്നെയാണ് മാർക്കറ്റ് വരാൻ പോണത്. അപ്പോൾ അതാണ് നിഫ്റ്റി അടുത്ത അവസ്ഥ. നമ്മൾ ബേസിക്കലി ഈ നിഫ്റ്റി ചാർട്ട്, സ്പോട്ട് ചാർട്ട് നോക്കിയിട്ടല്ല ട്രേഡ് എടുക്കണത്. നമ്മൾ ട്രേഡ് ചെയ്യണതൊക്കെ സ്ട്രൈക്ക് ചാർട്ട് നോക്കിയിട്ടാണ്. നമുക്കൊന്നും ഉണ്ടായിരുന്ന ട്രേഡുകളുണ്ടായിരുന്ന സ്ട്രൈക്കുകളൊക്കെ ഇത്രയും സ്ട്രൈക്കുകളുണ്ട്. നമുക്കിതൊക്കെയും പറഞ്ഞു പോവാം. ഫസ്റ്റ് ഉണ്ടായിരുന്നത് 23,400 PE-യിലാണ്. 23,400 PE രാവിലെ ട്രേഡ് നോക്കിയിരുന്നു. പക്ഷേ ഇത് ലിമിറ്റിൽ വരാത്തതുകൊണ്ട് ഇത് ഇഗ്നോർ ചെയ്യേണ്ട വന്നു. ഇത് ലിമിറ്റിൽ വരാണ്ട് നമുക്ക് രക്ഷയില്ല. 5 മിനിറ്റ് ലിമിറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ട്രേഡ് പ്രോഫിറ്റൊക്കെയാണെന്ന് പറയാം. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല. പിന്നെ ബയേഴ്സ് ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണ തന്നെ ഹൈയിലാണ്, പ്രൈസ് ഹൈയിലാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഇഗ്നോർ ചെയ്യുക. പിന്നെ 100 മേടിക്കാൻ പറഞ്ഞ ട്രേഡാണ്. ഇത് 107 വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത് കൂടുതലായിട്ടുള്ള പ്രൈസ് തന്നെയാണ്. നമുക്ക് അവിടെ നമുക്കങ്ങനെ റിസ്ക് എടുക്കേണ്ട ആവശ്യങ്ങളില്ല. 7 രൂപയൊന്നും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് പറയണത്. ലിമിറ്റിൽ എടുക്കണമെന്നും ഉണ്ടായിരുന്നു ഡേ ട്രേഡ്. ഈ സെയിം സ്ട്രൈക്ക് തന്നെയാണ് ഇവിടെ നമുക്ക് 50 പോയിൻറ്റ്സ് തന്നാണത്. ഇത് കറക്റ്റ് 48-75 അവിടെ നിന്നാണ് 50 പോയിൻറ്റ്സ് പോയിക്കണത്. അത് 100 വരെ ഈസി ആയിട്ട് പോയിട്ടുള്ള റണ്ണും കൂടിയാണ്. പിന്നെ നമുക്കുണ്ടായിരുന്ന 23,300 സീലാണ്. 23,300 സീൽ നമുക്ക് കാണുന്ന പോലെ 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഒരു SL കൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു SL ഉണ്ട്. 23,300 സെയിം കണ്ടീഷൻ തന്നെയാണ്. ബയേഴ്സ് ലോസ് ചെയ്യണം, അതായത് ഗ്രീൻ ക്യാനിൽ ലോസ് ചെയ്യണം, റെഡ് ക്യാനിൽ റിജക്റ്റ് ആക്കണം, ട്രേഡ് എടുക്കണം. അങ്ങനെ കിട്ടിയ ട്രേഡാണ് 50 പോയിൻറ്റ് ഈസി ആയിട്ട് പോയിട്ടുള്ളതാണ്. 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യണം. പിന്നെ മുകളിലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഡയറക്റ്റ് SL-ആണ്. പിന്നെയും നമുക്കൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് മാർക്കറ്റിൽ കയറിയപ്പോൾ പിന്നെയും ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്ത് പിന്നെയും ട്രേഡ് എടുക്കുക. 50 പോയിൻറ്റ് ഈസി ആയിട്ട് പിന്നെയും പോയിട്ടുണ്ട്. പിന്നെ നല്ല രീതിക്ക് ബുള്ളിഷാണ് കേട്ടോ മാർക്കറ്റ്. നമുക്ക് കാണുമ്പോൾ അറിയാം 100-ന്നൊക്കെ 500 നിൽക്കണത്. നമ്മളതൊന്നും പറയണില്ല, നമ്മളൊരു മിനിമം പ്രോഫിറ്റിൻ്റെ കാര്യം പറയണത് കേട്ടോ. പിന്നെ ഉള്ളത് സെൻസസ് ആണ്. സെൻസസിൽ ഇതൊരു 150 പോയിൻ്റ് പോയിട്ടുള്ള ട്രേഡാണ്. 77,100 C കണ്ടിന്യൂസ് റൺ തന്നെയാണ്. 150 പോയിൻ്റ്. പിന്നെ ഒരു SL വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ട്രേഡ് അവിടെ തന്നെയാണ്, ഈ സെയിം സ്ട്രൈക്കിൽ തന്നെയാണ് കിട്ടിക്കൊണ്ട് നിൽക്കണത്. അതൊരു 120 പോയിൻ്റാണ് പോയിക്കണത്. 120 ഇല്ല, 100 പോയിൻ്റാണ് പോയിക്കണത് കേട്ടോ അത്. പിന്നെ ഇത്തിരി അടിയിലേക്ക് വന്ന ശേഷം തിരിച്ച് കയറുന്നതായിരുന്നു. പക്ഷെ നല്ല മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇവിടെ സെൻസസ്. പിന്നെ ഉണ്ടായിരുന്ന 23,600 സീലാണ്. നമുക്കത് 3 ട്രേഡ് കിട്ടിയിട്ടുണ്ട്. 23,600 100 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റാണ് കിട്ടിയാണ്. ഫസ്റ്റ് ട്രേഡ് ഇവിടെ കിട്ടി, അവിടെ ഒരു 30 പോയിൻ്റാണ് ഇവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. പിന്നത്തെ ട്രേഡ് ഇവിടെ കിട്ടി, അവിടെ 35 മുകളിൽ പോയിൻറ്റ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെയും തിരിച്ച് വന്ന് പിന്നെയും ട്രേഡ് എടുക്കാം. ഈ സെയിം ലെവലിൽ നമുക്ക് എത്ര വേണമെങ്കിലും ട്രേഡ് എടുക്കാം. ചെറിയ ചെറിയ പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ അത് തിരിച്ച് വന്ന് കയറുമ്പോൾ ട്രേഡ് എടുക്കുക, തിരിച്ച് വന്ന് കയറുമ്പോൾ ട്രേഡ് എടുക്കുക. അതാണ് സെറ്റപ്പ്. ലാസ്റ്റ് ട്രേഡ് 50 പോയിൻറ്റ് ഫുൾ ടാർഗറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടേക്ക് കയറി നമുക്ക് ഇവിടെ കിട്ടി, ട്രേഡ് എടുത്ത് മുകളിൽ പോയി. ഇനി പിന്നെയും മാർക്കറ്റ് അടിയിലേക്ക് വന്നു. അടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് കയറുന്ന ഈ ലെവലിൽ നിന്ന് പിന്നെയും നമുക്ക് മുകളിലേക്ക് പിന്നെയും എടുക്കാം. മനസ്സിലായില്ലേ? പിന്നെയും നമുക്കിത് എടുക്കാം. അതായത് മാർക്കറ്റ് അടിയിലേക്ക് വന്നു, തിരിച്ച് കയറുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെയും ഇതേ പൊസിഷനിൽ നിന്ന് നമുക്ക് പിന്നെയും ട്രേഡ് എടുക്കാം. ഇങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് കേട്ടോ. അതാണ് റീ എൻട്രികൾ കുറേ കിട്ടിയേക്കണത്. നമുക്ക് ട്രേഡ് കുറേ വന്നേക്കണത്. ഇവിടെ 3 ട്രേഡാണ്. 3 അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങൾ ജസ്റ്റ് ചാർട്ട് നോക്കി 24 കിട്ടുള്ളൂ. ഒരു 30 പോയിൻറ്റ്, 40 പോയിൻറ്റ്, 50 പോയിൻറ്റ് അങ്ങനെയാണ് കിട്ടിയേക്കണത്. അപ്പോൾ ഇത്രയും ട്രേഡാണ് നമുക്കൊന്ന് കിട്ടിയത്. ഇഷ്ടം പോലെ ട്രേഡ് എടുക്കുക, ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഈ 400 പോയിൻറ്റിലല്ല നമ്മൾ ഒരു ട്രേഡിങ് അവസാനിപ്പിച്ച് നമ്മൾ 100 വേണ്ട, ഒരു 20+ തന്നെ നമ്മൾ ട്രേഡിങ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ മുമ്പേ ഇഷ്ടംപോലെ ടാർഗറ്റുകൾ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇത്രയും
കണ്ടപ്പോൾ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കി വെക്കുക, ടൈം പീരീഡ് നോക്കി വെക്കുക. ടൈം ഒരു 10 മണി 10:30 11 മണി ആകുമ്പോഴേക്കും നമുക്ക് ഇഷ്ടം പോലെ ടാർഗറ്റുകൾ അടിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ എല്ലാവർക്കും പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട് ആ ടൈം കൊണ്ട് തന്നെ. ആ സമയത്ത് നിഫ്റ്റി നിൽക്കുന്നത് 400-ലൊന്നുമല്ല, നിഫ്റ്റി നിൽക്കുന്നത് -1 +1 അങ്ങനെ കൊണ്ടാണ് നിൽക്കുന്നത്. അവിടെ നമുക്കൊരു 4 ടാർഗറ്റ് ഓൾറെഡി അച്ചീവ് ആയിട്ടുണ്ട്. പിന്നെ അധികം ട്രേഡിനെ പുഷ് ചെയ്തിട്ടില്ലേ, അതാണ് ബേസിക്കലി ചെയ്യാണ്ടിരുന്നത്. പിന്നെ 400 പോയിന്റ് പോയിട്ടുണ്ട്. ഈ 400 പോയിന്റ് ട്രേഡ് എടുക്കാൻ അറിയാൻ പാടില്ലണ്ടല്ല, നല്ല രീതിക്ക് ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ആണത്. പിന്നെ എല്ലാവരും ഇതിങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല, ഗ്രീഡി ആയി പോവും. പിന്നെ ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് കുറേ കൂടും. എപ്പോൾ നോക്കിയാലും പിന്നെ ഭയങ്കര മൂവ്മെൻറ്റുകൾ നിങ്ങൾ ട്രേഡ് എടുക്കാൻ തുടങ്ങും. അതിൻ്റെ ആവശ്യം നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടി നിർത്തുക. പിന്നെ മാർക്കറ്റ് ഇഷ്ടത്തിന് പൊക്കോട്ടെ, മനസ്സിലായില്ലേ? അത്ര ഉള്ള കാര്യം. ഇത് ഞാൻ എസ്പെഷ്യലി എൻ്റെ ഗ്രൂപ്പിലിരിക്കുന്ന മെമ്പേഴ്സിനോട് അത് പറയണത്, പെയ്ഡ് ഗ്രൂപ്പിലിരിക്കുന്ന മെമ്പേഴ്സിനോട്. ഫ്രീ ഗ്രൂപ്പിൽ നമ്മൾ ട്രേഡ് കൊടുത്ത് നിർത്തി, അത് അവർക്ക് ഓക്കെയാണ്, അവർക്ക് പ്രോഫിറ്റായി. ബാക്കിയുള്ളതൊക്കെ പെയ്ഡ് ഗ്രൂപ്പിലാണ്. അവർ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ 400 പോയിന്റ് കയറി ഞാൻ കൊടുക്കാണ്ടിരുന്നത്. പക്ഷേ ബേസിക്കലി ഒരു 10 പോയിന്റ് 10+ നിഫ്റ്റി നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു 4-5 ട്രേഡ് പ്രോഫിറ്റിലാണ്, അത് ഫുൾ ടാർഗറ്റിലാണ്. ഒരു ഓവർ ട്രേഡിങ്, ഒരു ഗ്രീഡി മൈൻഡ് സെറ്റ്, അങ്ങനത്തെ ഒരു സംഭവം വരണമെന്ന് വെച്ചിട്ടാണ് ചെയ്യാണ്ടാക്കുന്നത്. 400 പോയിന്റ് കിട്ടിയാൽ എനിക്ക് ട്രേഡ് കൊടുക്കാൻ അറിയാം, നന്നായിട്ട് അറിയാം. പക്ഷേ എൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കൊക്കെ ട്രേഡിങ് ഇങ്ങനെ കൺട്രോൾഡായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ പറ്റും. നിങ്ങളൊരു ദിവസം ഒരു ഫുൾ ടാർഗറ്റ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് ഉള്ള ഫണ്ടായി, മനസ്സിലായാലും. ഒരു ദിവസം നിങ്ങളൊരു ഫുൾ ടാർഗറ്റ് എടുത്ത് ട്രേഡിൽ നിന്ന് എക്സിറ്റ് അടിച്ചാൽ തന്നെ ഒരാഴ്ചയ്ക്കുള്ള ഫണ്ടായി, അത്രയുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും ഈ പറഞ്ഞ 400 പോയിൻ്റൊന്നും കിട്ടില്ല നിഫ്റ്റിയിൽ, അതും മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ട്രേഡിങ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യാൻ നോക്കുക. പ്രോപ്പർ ലേണിംഗ് ഉണ്ടായാലേ ട്രേഡിങ് സക്സസ് ആകാൻ പറ്റുള്ളൂ. മാക്സിമം സസ്റ്റെയിൻ ചെയ്യാൻ നോക്കുക. ഈ മേഖലയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയാലാണ് നമുക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഒന്ന് നാളെ പ്രോഫിറ്റ് എടുത്ത് പിരുന്നാൽ പോകുക, അങ്ങനത്തെ മൈൻഡ് സെറ്റിൽ ഇരുന്നാൽ കാര്യം നടക്കില്ല. സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയാലാണ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. കണ്ടിന്യൂസ് പ്രോഫിറ്റ് എടുത്താലാണ് നല്ല ട്രേഡർ ആകാൻ പറ്റുള്ളൂ. നല്ല ട്രേഡർ ആകാൻ പറ്റിയാലാണ് നല്ല ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായാലും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ട്രേഡിങ്ങിക്ക് വരിക. ട്രേഡിംഗ് ഒക്കെ വളരെ ഈസിയാണ്. നന്നായിട്ട് പ്രോപ്പർ ലേണിംഗ് ഉണ്ടെങ്കിൽ ട്രേഡിങ് വളരെ ഈസിയാണ്. നിങ്ങൾ കറക്റ്റായിട്ട് SL മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. SL മാക്സിമം ട്രെയിൽ ചെയ്യുക. SL മാക്സിമം ട്രെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിലേക്ക് ട്രെയിൽ ചെയ്യലല്ല, പ്രോഫിറ്റ് SL മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറയണത്. നിങ്ങളിപ്പോൾ നിഫ്റ്റിയിൽ 10 പോയിന്റ് SL ഇടുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഒരു 10-20 പോയിന്റ് മുകളിലേക്ക് 10-30 പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് മുകളിലേക്ക് പ്രോഫിറ്റ് വന്നു, ഒരു 40 പോയിൻ്റൊക്കെ പ്രോഫിറ്റ് വന്നു. അങ്ങനെയാണെങ്കിൽ 30 പോയിൻ്റായിട്ട് പ്രോഫിറ്റ് SL മെയിൻറ്റെയിൻ ചെയ്യുക. ഒരിക്കലും 10 പോയിന്റ് SL 20 പോയിന്റ് SLക്ക് കൊണ്ടുപോയിക്കരുത്. അത് ദുരന്തം ചിന്താഗതിയാണ്, മനസ്സിലായില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ സസ്റ്റെയിൻ ചെയ്യില്ല, ക്യാപിറ്റൽ പോവുകയും ചെയ്യും. SL അടിച്ച് കഴിഞ്ഞാൽ ഇറങ്ങുക, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക. ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്ക്. നമുക്ക് തിങ്കളാഴ്ച കാണാം. അപ്പോൾ ഓക്കെ.